ഞാൻ ഇതിലൊരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇതിന് എല്ലാവരും സഹകരിക്കണമെന്ന് ആദ്യമായിട്ട് ഞാൻ ഉണർത്തുകയാണ്. ഞാൻ ഇതിന്റെ കൂടെ ഒരു വീഡിയോ വിടുന്നുണ്ട്. ഇതെല്ലാവരും കണ്ടിട്ടുണ്ടാവും. എന്നാലും കൂടിയിട്ട് ഞാൻ ഒന്നും കൂടി വിടുന്നുണ്ട്. അപ്പൊ ഈ ബിസ്ക്കറ്റ്, ഈ കേക്ക്, റസ്ക് നമ്മളെ കടയിൽ വിൽക്കുന്നുണ്ട്. ഒരുപാട് കടകളിൽ വിൽക്കുന്നുണ്ട്. ഇപ്പൊ ഇന്നൊക്കെ 2-3 ഞങ്ങളെ വിൽപ്പന നിർത്തിവെച്ചു. റിട്ടേൺ കൊടുക്കാൻ വെച്ചുക്കണു. എന്നുവെച്ചാൽ ഇന്നലെ ഞാൻ രാത്രി കണ്ടോട് കൂടിയിട്ടാണ് പിന്നെ കൊടുക്കൽ നിർത്തി വെച്ചിക്കണു. ഇന്ന് കൊടുത്തുകൊണ്ട് കമ്പനിക്ക് തിരിച്ചു കൊടുക്കണം. ഞാൻ സാധനം വിൽക്കണില്ല. ഇന്ന് 1-2 ആൾക്കാർ കൊണ്ടുപോയാലും തിരിച്ചു തുറന്നു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ അവർക്ക് അത് കണ്ടാൽ ആരും തിന്നുവോ? അപ്പൊ എന്റെ വീട്ടിൽ ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട്. അതും ഞാൻ സ്ഥിതി അതിനാണ് ഒഴിവാക്കാൻ വേണ്ടി വെച്ചാണ്. നമ്മൾ കണ്ടാൽ ഇനി അതാണോ അല്ലേ, അത് അതിൽപ്പെട്ടതാണോ എന്ന് നമുക്ക് പറയാൻ പറ്റൂല. പക്ഷെ എന്നാലും നമുക്ക് മാനസികമായിട്ട് അത് ഒരിക്കലും നമുക്ക് ഉപയോഗിക്കാനേ നമുക്ക് പറ്റൂല. അപ്പോ ഈ പഹന പിടിക്കണം, ഇവനെ പിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വ്യവസായികൾ ഒന്നിക്കണം, എന്നാ കഴിയും. അപ്പൊ എനിക്ക് ഇതിൽ പ്രത്യേകമായിട്ട് പറയാനുള്ളത്, ഈ സാധനം എല്ലാവരും ബഹിഷ്കരിക്കുക. ഒരു കുട്ടികളും ഇത് ഇനി ഇറക്കരുത്. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു, നിങ്ങൾക്ക് എടുക്കട്ടാ. ഒരാളും ഇത് ഇറക്ക സാധനം ഒക്കെ കമ്പനിക്ക് തിരിച്ചു കൊടുക്കുക. അതിന് ലാഭം വേണ്ട. ഞാൻ തിരിച്ചു കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. എന്നിട്ട് ഇവനെ പിടിച്ചിട്ട് ഈ സോഷ്യൽ മീഡിയത്തിൽ പിടിച്ച് അതിലെ നടപടി എടുത്തതിന് ശേഷം, എല്ലാവർക്കും അറിയിച്ചതിന് ശേഷം മാത്രം ഇനി എല്ലാവരും ഈ സാധനം ഇറക്കുക. ഇത് ഹൈദരാബാദ് നമ്മളിവിടുന്നല്ല, ഈ സാധനങ്ങൾ വരുന്നത് പുറത്തുനിന്നാണ് വരേണ്ടത്. അപ്പൊ നമ്മളെ കേരളക്കാർ ഇവർ എന്ത് ചെയ്താലും തിന്നും എന്നുള്ള ഒരു ധാരണയാണ് ഇപ്പോൾ ഉള്ളത്, എന്ത് ഇത് കൊടുത്താലും. അപ്പൊ അതുകൊണ്ട് അത് തിരുത്താൻ വേണ്ടിയിട്ട് എല്ലാ ഗ്രൂപ്പുകൾക്കും ഇത് ഷെയർ ചെയ്തിട്ട് ഈ സാധനം എല്ലാവരും നിർത്തണമെന്ന് വിനീതമായിട്ട് ഞാൻ പറയണേ. ഇതിപ്പോ നിങ്ങൾ കണ്ടാൽ, ഏതൊരു വ്യക്തി കണ്ടിട്ടുണ്ടെങ്കിലും എന്താ അതിന്റെ സ്ഥിതി, അവന് യാതൊരു നിലയും വരില്ലാതാണ് ഇപ്പൊ അവനെ ഈ കാണിക്കേണ്ടത്. ആരോ വീഡിയോ എടുത്ത് വിട്ട ആളായാലും ശരി, അവനെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഇതിന്റെ കമ്പനികൾ ഇത് അറിഞ്ഞിട്ട്, നമ്മളിപ്പോ 1-2 ആൾ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഇത് സാധനം നിർത്തലാക്കുമ്പോൾ ഇതിന്റെ കമ്പനികൾ മൊത്തത്തിൽ ഇതറിയും. അപ്പൊ അവര് ഇത് അന്വേഷണം നടത്തിയിട്ട് അവനെ പിടിക്കും. അല്ലാതെ ഇവനെ ഒരിക്കലും പിടിക്കാൻ കഴിയില്ല. ഇതുമാതിരി എന്തെല്ലാം ചെയ്യുന്നുണ്ടാവും. നമ്മുടെ കേരളത്തിൽ എല്ലാ സാധനം പുറത്തുനിന്ന് വരുന്നുണ്ട്. ഇപ്പൊ ഞാനും കച്ചവടക്കാരനാണ്. അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് എല്ലാവരും ഇത് ഒന്ന് ഷെയർ ചെയ്ത് ഇത് അവരുടെ മുന്നിലെത്തിയിട്ട്, കമ്പനിക്കാരുടെ മുന്നിൽ എത്തണമെന്നുണ്ടെങ്കിൽ എല്ലാ കമ്പനിക്കാരും റിട്ടേൺ കൊടുക്കണം. അപ്പൊ ഈ വീഡിയോ കാട്ടി കൊടുത്തിട്ടുണ്ട്. ചിലരൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ വ്യക്തമായിട്ട് ഇവനെ പിടിക്കാൻ കഴിയും. 100% പിടിക്കാം. അതിന് എന്തെന്ന് വെച്ചാൽ നമ്മൾ വ്യാപാരികൾ ഒന്നിക്കണം. എല്ലാ കാര്യത്തിലും ഒന്നിക്കലുണ്ടല്ലോ, ഇതിനും കൂടെ ഒന്ന് ഒന്നിച്ച് നോക്കണേ. എന്നിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് അതിന് ഒഴിവാക്കിയിട്ട് അതിനുള്ള നടപടി എടുത്തതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇത് ഇറക്കാം. അല്ലെങ്കിൽ നമ്മൾ കേരളത്തിൽ ഇത് ഉണ്ടാക്കാൻ സംവിധാനം ഉണ്ടാക്കിയിട്ട്